ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് ദാറ്റ് വുമൺ ബൈ കിഷ്വർ നഹീദ്. പുള്ളിക്കാരി ഒരു പാകിസ്ഥാനി റൈറ്ററാണ്, ഫെമിനിസ്റ്റ് ആണ്. ഷീ വാസ് എ പോയിറ്റ് അഗൈൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വേർതിരിവാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല, സൈക്കോളജിക്കൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ബിലീഫിനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പോയത്തിൽ വരുന്നത് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ. അതായത് പെണ്ണുങ്ങളെ ഒബ്ജക്ട്സ് ആയിട്ട് വെറുതെ സെക്ഷലി ഉപയോഗിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ഇത് പലപ്പോഴും ഇങ്ങനെ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി നമ്മൾ കണ്ടിട്ടുള്ളത്. അതും ഈ പോയത്തിൽ പറയുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. പുള്ളിക്കാരി ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഒരാളാണ്. ഷീസ് എ പോയിറ്റ്, ഷീസ് എ റൈറ്റർ, എപ്പോഴും പിള്ളേർക്ക് വേണ്ടി എഴുതും. പിന്നെ വിമൻസ് എംപവർമെന്റ്, അതായത് പെണ്ണുങ്ങൾ വെദർ ദേ വർക്കിംഗ് ഓർ നോട്ട്, സ്വന്തം കാലുമേ നിൽക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് അവരുടെ പോയത്തിലൂടെ അവർ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അടുത്തത് പാട്രിയാക്കൽ എക്സ്പെക്ടേഷൻസ്. അതായത് ഒരു പാട്രിയാക്കൽ സിസ്റ്റം, ആണുങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, പെണ്ണുങ്ങളിൽ നിന്ന് അവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പോയത്തിൽ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഡോമിനേറ്റഡ് വേൾഡ്, ആണുങ്ങളാണ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പോയം വന്നിരിക്കുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോയം അതിനകത്ത് പറയുന്നുണ്ട് ഐ എം നോട്ട് ദാറ്റ് ഹാഫ് നേക്കഡ് വുമൺ. ഇതിൻ്റെ അകത്തുള്ള ഹീറോ പറയുന്നുണ്ട് ഐ എം നോട്ട് ദാറ്റ് ഹാഫ് നേക്കഡ് വുമൺ. നിങ്ങൾക്ക് ഷൂസും സോക്സും സെല്ല് ചെയ്യുന്ന അർദ്ധനഗ്നയായിട്ടുള്ള ആ പെണ്ണ് അത് ഞാനല്ല. ആൻഡ് ദാറ്റ് ഇസ് എ ലൈൻ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് ഫയർ. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഐ എം നോട്ട് ദാറ്റ് വുമൺ സെല്ലിങ് യു സോക്സ് ആൻഡ് ഷൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോക്സും ഷൂസും എടുത്തു തരുന്ന ആ പെണ്ണ് അത് ഞാനല്ല. റിമെമ്പർ മീ, ഐ എം ദ വൺ യു ഹിഡ് ഇൻ യുവർ വാൾസ് ഓഫ് സ്റ്റോൺ. അതായത് എന്നെ ഓർമ്മയുണ്ടോ, നിങ്ങൾ എന്നെ സ്റ്റോൺ കൊണ്ടുള്ള ഒരു വാളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. വൈൽ യു റോംഡ് ഫ്രീ ആസ് എ ബ്രീസ്. എന്നിട്ട് നിങ്ങൾ ഈ കാറ്റിനെ പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് നടന്നു. നോട്ട് നോയിങ് ദാറ്റ് മൈ വോയിസ് കനോട്ട് ബി സ്മോതേർഡ് ബൈ സ്റ്റോൺസ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം എന്താ വെച്ചാൽ എന്നെ അങ്ങനെ തളച്ചിടാൻ പറ്റില്ല. ഐ എം ദ വൺ യു ക്രഷ്ഡ് വിത്ത് ദ വെയ്റ്റ് ഓഫ് കസ്റ്റം ആൻഡ് ട്രഡീഷൻ. അതായത് കസ്റ്റത്തിൻ്റെയും ട്രഡീഷൻ്റെയും പേരിൽ എന്നെ നിങ്ങൾ തളച്ചിട്ടു, ക്രഷ് ചെയ്തു. നോട്ട് നോയിങ് ദാറ്റ് ലൈറ്റ് കനോട്ട് ബി ഹിഡൻ ഇൻ ഡാർക്ക്നെസ്. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞ കാര്യം വെളിച്ചം ഒരിക്കലും ഡാർക്ക്നെസ് കൊണ്ട് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. റിമെമ്പർ മീ, ഐ എം ദ വൺ ഇൻ ഹൂസ് ലാപ്പ് യു പിക്ഡ് ഫ്ലവേഴ്സ്. എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എൻ്റെ മടിയിൽ നിന്നാണ് നിങ്ങൾ പൂ ഇറുത്ത് കളഞ്ഞത്. ആൻഡ് പ്ലാന്റഡ് തോൺസ് ആൻഡ് എംബേഴ്സ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, മുള്ളുകൾ കൊണ്ടുവന്നു, മുള്ളുകളും തീക്കനലും കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ കോരിയിട്ടു. നോട്ട് നോയിങ് ദാറ്റ് ചെയിൻസ് കനോട്ട് സ്മോദർ മൈ ഫ്രാഗ്രൻസ്. എൻ്റെ നറുമണം അത് ചെയിനുകൾ കൊണ്ട് തളച്ചിടാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ല. ഐ എം ദ വുമൺ ഹൂ യു ബോട്ട് ആൻഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്നെയാണ് നിങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തത്. ഇൻ ദ നെയിം ഓഫ് മൈ ഓൺ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പാതിവൃത്യത്തിൻ്റെ പേരിൽ. നോട്ട് നോയിങ് ദാറ്റ് ഐ ക്യാൻ വാക്ക് ഓൺ വാട്ടർ വെൻ ഐ എം ഡ്രൗണിങ്. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞൊരു കാര്യം, വെള്ളം ഭയങ്കരമായിട്ട് കൂടുതലായി കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റും, ഞാൻ ഡ്രൗൺ ചെയ്യില്ല. ഐ എം സ്ട്രോങ്. ഐ എം ദ വൺ യു മാരിഡ് ഓഫ് ടു ഗെറ്റ് റിഡ് ഓഫ് എ ബേർഡൻ. അതായത് എന്നെയാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചത്, ബേർഡൻ, ശല്യം ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. നോട്ട് നോയിങ് ദാറ്റ് എ നേഷൻ ഓഫ് ക്യാപ്റ്റീവ് മൈൻഡ്സ് കനോട്ട് ബി ഫ്രീ. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞ കാര്യം, ഒരു ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു നേഷന് ഒരിക്കലും ഫ്രീ ആവാൻ പറ്റില്ല. ഐ എം ദ കമോഡിറ്റി യു ട്രേഡഡ് ഇൻ മൈ ചാസ്റ്റിറ്റി, മൈ മദർഹുഡ്, മൈ ലോയൽറ്റി. എന്നെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്തത് ഒരു വസ്തുവിനെ പോലെ. എൻ്റെ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പാതിവൃത്യം, എൻ്റെ മദർഹുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാതൃത്വം, എൻ്റെ ലോയൽറ്റി. നൗ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഫ്ലവർ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പുഷ്പിക്കാൻ സമയമായി. ദ വുമൺ ഓൺ ദാറ്റ് പോസ്റ്റർ ഹാഫ് നേക്കഡ് സെല്ലിംഗ് സോക്സ് ആൻഡ് ഷൂസ്. നോ നോ, ഐ എം നോട്ട് ദാറ്റ് വുമൺ. ഇതാണ് ലാസ്റ്റ് ലൈൻ. ഇതിൽ പറയുന്നത് നിങ്ങളുടെ റൂമിലത്തെ പോസ്റ്ററിൽ അർദ്ധനഗ്നയായിട്ട് സോക്സും ഷൂസും വിൽക്കാൻ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ അത് ഞാനല്ല. ആബ്സല്യൂട്ട് ഫയറാണ് ഈ പോയം. സോ ടു കൺക്ലൂഡ്, ഈ പോയത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? വിമൻ ആർ നോട്ട് ഫുഡ് മേക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ആണെങ്കിലും അമ്മയാണെങ്കിലും മകളാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ പറ്റില്ല, അത് മാറണം. അതുപോലെ തന്നെ വിമൻ നോട്ട് സെക്ഷൽ ഒബ്ജക്ട്സ്. അതായത് സെക്സിന് വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒബ്ജക്ട്സ് ആണ് പെണ്ണുങ്ങൾ എന്നുള്ളത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് എത്തി വരുന്നൊരു സംഭവമാണ്. സോ അതും മാറണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കിഷ്വർ നഹീദ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. വിമൻ ആർ നോട്ട് ട്രോഫി വൈഫ്സ്.
ഓർ ട്രോഫി ഗേൾ ഫ്രണ്ട്സ്, കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന, അതായത് ഓ എന്തൊരു ഭംഗിയുണ്ടെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്ന, അങ്ങനെ വെറും ട്രോഫി വൈബ്സ് ആയിട്ടോ ട്രോഫി ഗേൾ ഫ്രണ്ട്സ് ആണോ ആയിട്ടും കൊണ്ടുവരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറണം. സോ ബേസിക്കലി ദിസ് പോയം ഇസ് എൻ ഐ ഓപ്പണർ. ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു പോയം കഴിഞ്ഞിട്ടെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ഒരുപാടൊന്നും മാറിയില്ലെങ്കിലും ഒരു അല്പമെങ്കിലും മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡസ് ദ ഫ്രേസ് വാൾ ഓഫ് സ്റ്റോൺ റെപ്രസെൻറ്റ്? ഈ വാൾ ഓഫ് സ്റ്റോൺ ഈ പോയത്തിൽ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ദ ഫ്രേസ് വാൾ ഓഫ് സ്റ്റോൺ represents the barriers that the society places before women. പെണ്ണുങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു ബാരിയർ ആണ് ഈ വാൾ ഓഫ് സ്റ്റോൺ. ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസ് വിമൻ ഹാവ് നോ ഫ്രീഡം ടു ഡു വാട്ട് ദേ ലൈക്ക്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനൊന്നും പറ്റില്ല. ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു ദ ഹോം ആൻഡ് ദ ഡൊമസ്റ്റിക് ചോഴ്സ്. അതായത് അവർ വീട്ടിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഐഡൻറ്റിഫൈ ദ ഫ്രേസസ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ. അതായത് പെണ്ണുങ്ങളെ വസ്തുക്കളാക്കുന്ന ഒരു അവസ്ഥ. ഹിയർ ആർ സം ഫ്രേസസ്. ദ വൺ യു ഹിഡ് ഇൻ യുവർ വാൾസ് ഓഫ് സ്റ്റോൺ. അതായത് വാൾസ് ഓഫ് സ്റ്റോണിൽ നിങ്ങൾ ഹൈഡ് ചെയ്തത് എന്നെയാണ് എന്ന് പറയുന്നത്. ദ വൺ യു ക്രഷ്ഡ് വിത്ത് ദ വെയ്റ്റ് ഓഫ് കസ്റ്റം ആൻഡ് ട്രഡീഷൻ. കസ്റ്റത്തിൻ്റെയും ട്രഡീഷൻ്റെയും പേരിൽ ക്രഷ് ചെയ്തത് എന്നെയാണ്. ഫ്രം ഹൂസ് ലാപ്പ് യു പിക്ഡ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റഡ് തോൺസ് ആൻഡ് എംബേഴ്സ്. ഫ്ലവേഴ്സ് എടുത്തിട്ട് അതിന് പകരം തീക്കനൽ വെച്ചത് എൻ്റെ മടിയിലേക്കാണ് എന്ന് പറയുന്നത്. ഹൂം യു ബോട്ട് ആൻഡ് സോൾഡ്. അതായത് എന്നെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. ദ വൺ യു മാരിഡ് ഓഫ് ടു ഗെറ്റ് റിഡ് ഓഫ് എ ബേർഡൻ. അതായത് ഒരു ശല്യം പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചത് എന്നെയാണ് എന്ന് പറയുന്നത്. ദ കമോഡിറ്റി യു ട്രേഡഡ്. ഞാനൊരു വസ്തുവായി മാറി എന്നുള്ളത്. ദാറ്റ് പോസ്റ്റർ സെല്ലിങ് സോക്സ് ആൻഡ് ഷൂസ്. ആ അർദ്ധനഗ്നയായിട്ടുള്ള പോസ്റ്ററുള്ള പെണ്ണ് അത് ഞാനല്ല എന്ന് പറയുന്നത്. ഹൂ ഡസ് ദ പോയം അഡ്രസ്? ദ പോയം അഡ്രസ്സസ് ഓൾ ദ പാട്രിയാർക്സ് ഹു ഡിനൈ സോഷ്യൽ ജസ്റ്റിസ് ടു വിമൻ. ആണുങ്ങളെയാണ് ആക്ച്വലി ഈ പോയം അഡ്രസ്സ് ചെയ്യുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ നോട്ട് മോർ ദാൻ 100 വേർഡ്സ്. 100 വാക്കിൽ എഴുതുന്നത്. കമൻറ്റ് ഓൺ ദ സിംബോളിസം എംപ്ലോയിഡ് ഇൻ ദ പോയം. അതായത് പോയത്തിൽ എന്തൊക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ഹർ ഫേമസ് പോയം ഐ എം നോട്ട് ദാറ്റ് വുമൺ, Kishwar Naheed has symbolism very extensively. The powerful symbolism stimulates the readers and gives a clear vision of what the poet wants to say. The stone walls, ഇതിൻ്റെ അകത്ത് സ്റ്റോൺ വാൾസ് കൊടുത്തിട്ടുണ്ട്. ഹെവി വെയ്റ്റ്സ്, ചെയിൻസ് symbolize restrictions placed upon women by the patriarchal society. അതായത് സ്റ്റോൺ വാൾസും ഹെവി വെയ്റ്റ്സും ചെയിൻസ് എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എത്രമാത്രം പെണ്ണുങ്ങൾ ഒപ്രസ്ഡ് ആണെന്ന് കാണിക്കാനാണ്. The society tries to choke her without letting the world hear her views. അതായത് പെണ്ണുങ്ങൾക്ക് വ്യൂസ് ഇല്ല. The darkness, thorns and fire. ഡാർക്ക്നെസ് ഉപയോഗിച്ചിട്ടുണ്ട്, തോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫയർ ഉപയോഗിച്ചിട്ടുണ്ട്. Symbolic of the sufferings and trauma the women undergo. ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ, പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ കാണിക്കാനാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. The free breeze, light, flowers and walking on water are symbolic of the freedom all the women dream about. അതായത് ഒരു പെണ്ണിൻ്റെ ആഗ്രഹമാണ് ബ്രീസ് പോലെ നടക്കണമെന്നും ലൈറ്റ് കാണുന്നതും ഫ്ലവേഴ്സൊക്കെ. ബട്ട് ഫോർ മോസ്റ്റ് സച്ച് ഡ്രീംസ് റിമെയിൻ മിയർ ഡ്രീംസ്. പക്ഷെ മിക്ക ആൾക്കാർക്കും അത് വെറും ഡ്രീം തന്നെയാണ്. ദ വുമൺ ഓൺ ദ അഡ്വർടൈസിംഗ് പോസ്റ്റർ ഇസ് സിംബോളിക് ഓഫ് ദ ഹിപ്പോക്രസി ഓഫ് മെൻ ആൻഡ് ദ ഡബിൾ സ്റ്റാൻഡേർഡ്സ് വിത്ത് വിച്ച് ദ ട്രീറ്റ് വിമൻ. ഏറ്റവും അവസാനം പറയുന്നുണ്ട് അർദ്ധനഗ്നയായിട്ടുള്ള പോസ്റ്റർ, നിങ്ങളുടെ റൂമിലുള്ള ആ പോസ്റ്റർ, ആ പെണ്ണ് ഞാനല്ല എന്ന്. കാരണം യൂഷ്വലി മെൻ എങ്ങനെയാണ് വിമനെ കാണുക എന്നാണ് ഇതിൽ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. How does the poet assert her defiance towards society's double standards? സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പോയിറ്റിന് എന്താണ് പറയാനുള്ളത്? In her famous poem, I am not that woman, Kishwar Naheed, the poet asserts her defiance towards society's double standards. The poem is about women emancipation and empowerment. ഈ full poem women empowerment കുറിച്ച് മാത്രമാണ്. The poet accuses the patriarchs of their double standards. ഈ patriarchal സിസ്റ്റത്തിൽ മൊത്തം ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. They call women with so many glorifying terms, but they limit them to the homes and the household chores. അതായത് പെണ്ണുങ്ങൾ ഭയങ്കര ഗംഭീരമാണ്, ദൈവമാണ്, അമ്മയാണെന്നൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് അവർ അടുക്കളയിൽ ഇടുകയും ചെയ്യും. They pick the flowers from the women's laps and they put thorns and embers there. അതായത് പെണ്ണുങ്ങളുടെ മടിയിൽ നിന്ന് പൂക്കൾ എടുത്തിട്ട് അതിന് പകരം തീക്കനൽ വാരിയിടും. They make women commodities for buying and selling. പെണ്ണുങ്ങൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള വസ്തുവാണ്. The men want to be free like the breeze, but they want women enclosed behind the choking stone walls. അതായത് ആണുങ്ങൾ ബ്രീസ് പോലെ നടക്കും, പെണ്ണുങ്ങൾ സ്റ്റോൺ വാൾസിൻ്റെ ഉള്ളിൽ വെക്കും.
Parents make their daughters marry men they choose for them as if they are getting rid of a heavy burden. പാരൻസിനെ കുറിച്ചും പറയുന്നുണ്ട് അവർക്ക് പിള്ളേർ ശല്യമാണെന്ന്. The poet proclaims that women have enough strength to rise and live their lives on their own without any need to conform to the double standards of the society. അതായത് പെണ്ണുങ്ങൾ സ്ട്രോങ് ആണ്, പെണ്ണുങ്ങൾ പവർഫുൾ ആണ്, പെണ്ണുങ്ങൾക്ക് ഇനിയും ജീവിക്കാൻ സാധിക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് മാത്രം. സോ എസ്സേ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്, ബോഡിയും കൊടുത്തിട്ടുണ്ട്, ഏറ്റവും അവസാനം കൺക്ലൂഷനും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിനേഷൻ സമയത്ത് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ജസ്റ്റ് ഗിവിങ് യുവർ ഹെഡ്സ് അപ്പ്. I am not that woman is a powerful anthem of women in empowerment. Elucidate. അതായത് ഐ എം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറയുന്നത് ഈ പോയത്തിൻ്റെ ഫുൾ സമ്മറിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ പെണ്ണുങ്ങളെക്കുറിച്ച് പറയണ എല്ലാം എഴുതണം. ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ആ ഇൻട്രൊഡക്ഷനിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവണം, പോയിട്ട് എന്താ ഉദ്ദേശിച്ചെന്ന് ഉണ്ടാവണം, പിന്നെ പോയം ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഫൈനലി കൺക്ലൂഷൻ കൊടുക്കാം. കോമെന്റ് ഓൺ ദ ടൈറ്റിൽ ഐ എം നോട്ട് ദാറ്റ് വുമൺ. അതായത് അർദ്ധനഗ്നയായിട്ട് സോക്സും ഷൂസും വിൽക്കുന്ന ആ പെണ്ണ് അത് ഞാനല്ല, ആ ലാസ്റ്റ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. സോ തുടക്കം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പോലെ കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ബോഡി കൊടുക്കുക, ഫൈനലി ആ ലൈൻ എടുത്ത് പറയണം, എന്നിട്ട് അണ്ടർലൈനും ചെയ്യാൻ വേണമെങ്കിൽ കൺക്ലൂഷനായിട്ട് കൊടുക്കാം. ഐ എം നോട്ട് ദാറ്റ് വുമൺ ബൈ കിഷ്വർ നഹീദ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.